നമസ്കാരം, ശ്യാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തിരുവല്ലയിലുള്ള തുഷാറുടെ വീട്ടിലെ ആട് ഫാമിലെ കാഴ്ചകളുമായിട്ടാണ്. തുഷാർ ഇപ്പം ഇവിടെ അടുത്ത ഒരു കോളേജിൽ തന്നെ തേർഡ് ഇയർ MCA പഠിക്കുകയാണ്. MCA പഠിക്കുന്നതോടൊപ്പമാണ് തുഷാർ ഈ ഒരു ആട് ഫാം നടത്തുന്നത്. കുറച്ച് നാളെയുള്ള ഈ ഒരു ആട് ഫാം തുടങ്ങിയിട്ട്, എന്നിരുന്നാൽ പോലും തുടക്കക്കാർക്ക് നല്ല രീതിയിൽ മാതൃകയാക്കാൻ പറ്റിയ നല്ലൊരു ഫാമാണ് തുഷാരയുടെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ തുഷാരുടെയും തുഷാരുടെ അമ്മയുടെയും ആട് വളർത്തൽ കാഴ്ചകളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വലിയൊരു നമസ്കാരം. എൻ്റെ പേര് തുഷാര എന്നാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ പുളിക്കീട് എന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഞാൻ ഒരു MCA ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. തിരുവല്ല റേഡിയോ മെക്ഫസ്റ്റ് കോളേജിലാണ് ഞാൻ MCA ചെയ്യുന്നത്. പഠനത്തോടൊപ്പം ഇപ്പോൾ ചെറുതായിട്ട് ആട് കൃഷി ചെയ്യുന്നുണ്ട്. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് അമ്മയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അമ്മ ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല, നേരത്തെ പോകുന്നുണ്ടായിരുന്നു. തുഷാര, ഇപ്പോൾ ഈ ഒരു പഠനത്തിനോടൊപ്പം എങ്ങനെയാണ് ഈ ഒരു ആട് ഫാം തുടങ്ങാമെന്നുള്ളൊരു ചിന്ത വന്നത്? നമുക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. നമുക്കൊരു ഇൻകത്തിന് വേണ്ടിയിട്ടാണ് ഈ ആട് ഫാമിലോട്ട് ഇറങ്ങിയത്. എനിക്ക് ചെറുപ്പത്തിൽ ആടുകളുണ്ടായിരുന്നു. എൻ്റെ അച്ഛനൊരു ഒരു കർഷകനായിരുന്നു. അച്ഛന് കർഷകശ്രീ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആളിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. പണ്ട് മുതലേ എനിക്ക് ആടുകളെ ഇഷ്ടമായിരുന്നു. അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ്. പിന്നെ രാവിലെ 6 മണിക്ക് തുടങ്ങുന്നതാണ് നമ്മൾ ഈ പരിപാടി. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് കൂടെല്ലാം ക്ലീൻ ചെയ്ത് രാവിലെ അതിന് പുല്ലും പ്ലാവലയൊക്കെ കൊടുത്ത് ഒരു 7:30 മുന്നായിട്ട് നമ്മൾ കൈത്തീറ്റ കൊടുക്കും. ഇവിടെ കൊടുക്കേണ്ട കൈത്തീറ്റ എന്ന് പറയുന്നത് പെല്ലറ്റ്, പരുത്തിപ്പിണ്ണാക്ക്, ഗോതമ്പും ഇതിൻ്റെ ഒരു മിക്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു 7:30 മുന്നായിട്ട് നമ്മളത് കൊടുത്തു കഴിയും. പിന്നെ ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് പിന്നെ ബാക്കി കാര്യം അമ്മയാണ് നോക്കുന്നത്. പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ള പുല്ലാണെങ്കിൽ പുല്ല്, പ്ലാവലയാണെങ്കിൽ പ്ലാവല, അത് നമ്മൾ കൊടുക്കും. ഉച്ച സമയത്ത് കൂട്ടിൽ ശുദ്ധമായ പച്ചവെള്ളം വെച്ചിരിക്കും. പിന്നെ ഒരു 2 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ട്രിപ്പ് പുല്ലും കൊടുക്കും. പിന്നെ വൈകുന്നേരം ഒരു 5 മണി 6 മണിക്ക് മുന്നായിട്ട് മെയിൽസിന് മാത്രം നമ്മൾ പുളിങ്കുരു വേവിച്ച് കൊടുക്കാറുണ്ട്. ഫീമെയിൽസിന് നമ്മൾ കൊടുക്കാറില്ല. നമ്മൾ ഈ ഒരു ആട് ഫാം തുടങ്ങാൻ നേരത്ത് ഏത് ഇനത്തിൽപ്പെട്ട ആടിനെയാണ് ആദ്യം വാങ്ങിയത്? ആദ്യം നമ്മൾ വാങ്ങിയത് 2 മലബാർ ആടുകളിലാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് യൂത്തുകാരെല്ലാം ഹൈബ്രിഡ് ആടുകളെ വേണം, അതിലേക്കാണ് തുടങ്ങുന്നത്. നമ്മളൊരു ഹൈബ്രിഡിനെ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ആട് കർഷകൻ്റെ അടുത്ത് പോയി എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്, എന്തൊക്കെ തീറ്റിക്രമങ്ങളാണ് നമ്മൾ ശീലിപ്പിക്കേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അറിവുകൾ നേടി നമുക്ക് ഉറപ്പ് വരുവാണെങ്കിൽ നമ്മൾ 2 ഹൈബ്രിഡ് ആടുകൾ അത് തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത പക്ഷം നമ്മൾ 2 മലബാറി ആടോ നാടൻ ആടിൽ തുടങ്ങി അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പതിയെ ഹൈബ്രിഡ് ആടുകളിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അമ്മ, ഇപ്പം ഇവിടെ നമ്മുടെ മലബാറി അല്ലാതെ വേറെ ഏതൊക്കെ ആടുകളാണ് ഇപ്പം നിലവിൽ നമ്മുടെ ഫാമിലുള്ളത്? കരോളിയുണ്ട്, ബീറ്റൽ ക്രോസ് ഉണ്ട്, പിന്നെ ഒരു ബീറ്റിലുണ്ട്, ബീറ്റൽ മുട്ടന. ഓ ശരി. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത്തരത്തിലെ ഈ രീതിയിലുള്ളൊരു ഹൈടെക് കൂട് നിർമ്മിച്ചിട്ട് ഇപ്പം എത്ര നാളായി? 4 മാസം. 4 മാസം. ആദ്യം തുടക്കം നമ്മൾ ഏത് രീതിയിലുള്ള കൂടായിരുന്നു ഇവിടെ? തുടക്കം സാധാരണ തടി കൊണ്ടടിച്ച് ചെറിയ കൂടായിരുന്നു. 3 ആടുകളെ ഉള്ളായിരുന്നു. തുഷാര, നമുക്ക് ഈ ഒരു ആട്ടിൻകൂടിന്റെ വലിപ്പം എത്രയാണെന്ന് പറയാം? ഇത് 160 സ്ക്വയർ ഫീറ്റ് ആണ്. നമ്മുടെ ആട് നിൽക്കുന്നിടത്തു നിന്ന് മുകളിലത്തെ റൂഫ് 7 അടി ഉയരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിലത്തുനിന്ന് 5 അടി പൊക്കമുണ്ട്. ഇതിനകത്ത് നമുക്ക് ഏകദേശം എത്ര ആടുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും? ഒരു 20 എണ്ണത്തെ കൊള്ളിക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഒരു പാർട്ടീഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? 2ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന തള്ളയും കുട്ടികളെ ഇടാൻ വേണ്ടിയിട്ട്, ഒരെണ്ണം നമ്മുടെ മുട്ടനാടുകളെ ഇടാനായിട്ടും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ തറയിൽ നിന്നുള്ള ഹൈറ്റ് എത്രയായിരുന്നു? തറയിൽ നിന്ന് 5 അടി ഉയരമുണ്ട്. അപ്പോൾ ഇതിന്റെ അടിഭാഗം നിങ്ങൾ ഫലപ്രദമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കോഴിക്കും താറാവും. ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള കോഴികളാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്? നമുക്ക് ഇവിടെ കിടക്കുന്ന ഇപ്പോൾ BV3 കോഴിയേ ഉള്ളൂ. താറാവുണ്ട്, 23 എണ്ണം ഉണ്ട്. ചാര, ചെമ്പല്ലി ഇനത്തിൽപ്പെട്ട താറാവുകളാണ് നമുക്ക് കിടക്കുന്നത്. തുഷാര, ഇവിടെ ആദ്യം തന്നെ ഇതിന്റെ തീറ്റയുടെ കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് തീറ്റയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ ഉണ്ടായിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഈ തീറ്റയെല്ലാം കണ്ടെത്തുന്നത്? ഇപ്പം മഴക്കാലമല്ലേ, ഇപ്പം നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പുല്ല് നമ്മുടെ ഫ്രണ്ടിൽ കണ്ടാണ് അമ്മ അവിടെ നിന്നാണ് കളക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. പിന്നെ പ്ലാവല ഓരോരുത്തർ മരം വെട്ടുമ്പോൾ നമ്മളെ അറിയിക്കും. അങ്ങനെ ഞാനും അമ്മയും കൂടെ വണ്ടിയിൽ പോയി അത് കളക്ട് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ നമുക്കിപ്പം ആടിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഇതുവരെ ആയി തുടങ്ങിയിട്ടുണ്ടോ? ആടിൽ നിന്ന് വരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഏരിയയിൽ ആട്ടുംകാഷ്ട സെയിലുണ്ട്. അത് 250 രൂപ ഇട്ട് ഒരു ചാക്കിന്. പിന്നെ പാൽ ആവശ്യക്കാർ വരുവാണെങ്കിൽ, ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കുടിപ്പിക്കുകയാണ്. അതിൽ ആവശ്യക്കാർ വരുവാണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ തള്ളയെടുത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ആവശ്യക്കാർക്ക് പാൽ കൊടുക്കാറുണ്ട്. തുഷാര ഇപ്പോൾ ഒരു ആട് ഫാമിൽ തുടക്കക്കാരിയാണ്. അപ്പോൾ ഈ ഒരു ആട് ഫാമിൽ നിന്ന് ഏതെല്ലാം രീതിയിലാണ് വരുമാനം പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ആടിൻ്റെ കാഷ്ട സെയിലുണ്ട്. ഒരു ചാക്കിന് 250 രൂപ വെച്ച് കിട്ടും. പിന്നെ പാല് സെയിലുണ്ട്. പിന്നെ
തുടക്കക്കാരിയാണ്. എൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാമെന്നായിരുന്നു. പിന്നെ മുട്ടന്മാരുടെ മീറ്റിംഗ് വരുന്നുണ്ട്, അങ്ങനെ വരുമാനമുണ്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പം പാലിനെല്ലാം എത്ര രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്? പാലിന് 1 ലിറ്ററിന് 80 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളിപ്പം കൊടുക്കാനായിട്ട് നമ്മുടെ ഫാമിലുണ്ടോ? ഇപ്പോൾ കുഞ്ഞുങ്ങൾ 2 സെയിലായിട്ട് നിൽക്കുകയാണ്. അവർക്ക് 2.5 മാസം ആയതേ ഉള്ളൂ. അതെ, മലബാറിയാണോ അതോ ക്രോസ് ബ്രീഡ് ആണോ? ബീറ്റലിൻ്റെ ക്രോസ് 2 കുഞ്ഞുങ്ങളാണ്. അതിൻ്റെ വിലയെല്ലാം എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ വില 3500 രൂപയാണ് ഒരു കുഞ്ഞിന്. തുഷാർ, ഇപ്പം ഇത്രയും നാളായിട്ട് ആടിനെ വളർത്തിയതിൽ എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ? പൊതുവെ ആടുകൾക്ക് വരാനുള്ളത് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് തുമ്മൽ, മൂക്കൊലിപ്പ്, ചുമ എന്നാണ് കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇപ്പം മഴക്കാലമല്ലേ, നനഞ്ഞ പുല്ല് കൊടുക്കുമ്പം ലൂസ് മോഷൻ കാണാറുണ്ട്. അപ്പം തന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ് നമ്മൾ പേരയില അത് കൊടുക്കും. എന്നിട്ട് നിന്നില്ലെങ്കിൽ നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി ഉള്ള മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. അതാണ് ഇവിടെ കാണാറുള്ളത്. അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ എത്ര മുട്ടന്മാരാണ് നിലവിലുള്ളത് ക്രോസിങ്ങിന് വേണ്ടിയിട്ട്? ക്രോസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുട്ടനാണുള്ളത്. രണ്ടാമത്തേത് അവനായില്ല, 6 മാസമായി വരുന്നതേ ഉള്ളൂ. ആ ഒരു മുട്ടൻ ഏത് ബ്രീഡാണ്? അവൻ ഹൈദരാബാദി ബീറ്റലിൻ്റെ ക്രോസാണ്. നമുക്ക് മുട്ടന്മാരുടെ ഒക്കെ എന്തെങ്കിലും ഫുഡിനകത്ത് എന്തെങ്കിലും വ്യത്യാസം കൊടുക്കാറുണ്ടോ? അവർക്ക് ഈ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അവർക്ക് നമ്മൾ മുട്ടന്മാർക്ക് മാത്രമേ ഇവിടെ പുളിങ്കുരു വേവിച്ച് കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ അവന്മാർക്ക് മുട്ട കൊടുക്കാറുണ്ട്. പിന്നെ ആഴ്ചയിൽ 2 ദിവസം മീനെണ്ണ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ആടുകൾക്കും ആഴ്ച 1 ദിവസം ബി കോംപ്ലക്സിൻ്റെ മരുന്നും ന്യൂറോബയോണിൻ്റെ ഗുളിക ഡോക്ടർ പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യാറുണ്ട്. നമുക്കിവിടെ ഇതിൻ്റെ ആടിൻ്റെ വിരമരുന്ന് പ്രയോഗത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരോ? നമ്മൾ ഓരോ മാസം വിരമരുന്ന് കൊടുക്കുന്നുണ്ട്. ഓരോ മാസം ഓരോരോ കമ്പനിയുടെ വിരമരുന്ന് നമ്മൾ കൊടുക്കാറുള്ളത്. അതെന്തോ അങ്ങനെ ഒരു പല കമ്പനിയുടെ വിരമരുന്നുകൾ കൊടുക്കുന്നത്? അത് എനിക്കൊരു ആടുകർഷകൻ പറഞ്ഞു തന്നാണ്. 4 ആടുകൾക്ക് 4 തരത്തിലുള്ള വിരകളുണ്ട്. ചെറിയ വിര, വലിയ വിര അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഓരോ മാസം നമ്മൾ വിരമരുന്ന് മാറ്റി കൊടുക്കുമ്പം ആ വിരയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇവിടെ ആടുകളെ നമ്മൾ കുളിപ്പിക്കാറുണ്ട് ഇവിടെ? നമ്മൾ വെയിലുള്ള ദിവസങ്ങളിൽ ആഴ്ച 2 ദിവസം കുളിപ്പിക്കാറുണ്ട്. അല്ലാതെ നമുക്ക് ബ്രഷിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ ആടിനെ? ബ്രഷിങ്ങോ നമ്മൾ ചെയ്യാറില്ല. ഇപ്പം നമ്മളിവിടെ എന്തെങ്കിലും പേന, ചെള്ള അങ്ങനെ എന്തെങ്കിലും മൂട്ടശല്യം അങ്ങനെ എന്തെങ്കിലും ആടുകൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. തുഷാര, നമ്മുടെ ഫാമിലെ ആട്ടുംകൂടിൻ്റെ കാര്യത്തിനെ കുറിച്ച് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ തറയിൽ നിന്ന് ആട് നിൽക്കുന്നിടം വരെ 5 അടി ഹൈറ്റിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ ആട് നിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സ്ലാറ്റർ ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്ര രൂപ വന്നു? നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് 130 രൂപയാണ് വന്നത്. നമ്മൾ കോയമ്പത്തൂരുള്ള CSM ട്രേഡേഴ്സിൻ്റെ നിന്നാണ് നമ്മൾ എടുത്തത്. നമ്മുടെ നാട്ടിൽ അന്വേഷിച്ചപ്പം അത് 180, 200 ആ റേഞ്ചിലായിരുന്നു. അവിടെ നിന്ന് വന്നപ്പോൾ നമുക്ക് 130 രൂപയായുള്ളൂ. നമ്മുടെ കൂടെന്ന് പറയുന്നത് നല്ല കാറ്റും വെളിച്ചം കയറുന്ന കൂടാണ്. പിന്നെ ആട് നിൽക്കുന്ന പ്ലാറ്റ്ഫോം പ്ലാസ്റ്റിക് സ്ലാറ്റർ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ആട്ടിൻകുട്ടികളുടെയോ ആടിൻ്റെയോ കാലൊന്നും അതിൻ്റെ ഇടയ്ക്ക് പോയി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മൂത്രമോ കാഷ്ടമോ ഒന്നും അതിൽ തടഞ്ഞു നിൽക്കാറില്ല. എപ്പോഴും നീറ്റായിരിക്കും കൂടെന്ന് പറയുന്നത്. നമ്മൾ കൂടിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ 2 സ്ലോപ്പായിട്ട് ഷീറ്റ് വെച്ചിരിക്കുന്നുണ്ട്. കാഷ്ടവും മൂത്രം താഴെ ഒരു പാത്തി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാത്തിയിലായിരിക്കും വന്ന് വീഴുന്നത്. പാത്തിയിൽ തന്നെ കാഷ്ടം കിടക്കും. പിന്നെ മൂത്രം നമ്മളൊരു സെപ്റ്റിക് ടാങ്ക് കൊണ്ട് അതിനകത്തോട്ടാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടൊരു ഗുണം എന്താണ് ഈ സ്ലോപ്പ് കൊടുത്തുകൊണ്ട്? ആടിൻ്റെ മേത്ത് കാഷ്ടവും മൂത്രവും ഒന്നും പറ്റത്തില്ല. ഈ ആടിൻ്റെ കാഷ്ടം കിടക്കുന്നതോടെ അമോണിയ ഫോം ചെയ്യും. അത് ആടുകളുടെ മേത്ത് വെച്ച് ഒരുപാട് ബാക്ടീരിയസ് ഒന്നും അതിന് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാകുമ്പം അങ്ങനെയുള്ള പ്രോബ്ലമേ നമുക്കില്ല. നമുക്ക് ആടുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള ഫീഡിങ് ട്രേ അതുപോലെ തന്നെ ബേസൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആട് തട്ടിമറിച്ച് കളയത്തില്ല. നമ്മൾ അത് സെറ്റാക്കി അവിടെ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തട്ടിമറിച്ച് കളയത്തില്ല. പക്ഷേ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ഈ ഒരു ആട്ടിൻകൂട് സെറ്റ് ചെയ്യാൻ എത്ര രൂപ ചിലവാക്കേണ്ടി വന്നു? ഏകദേശം 2-2.25 രൂപയോളമായി. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത് പുറമേ നോക്കുന്നവർക്ക് ഒരു മണ്ടത്തരമായിട്ട് തോന്നും. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഒരു 10-15 വർഷം കഴിഞ്ഞാൽ ഒരു മെയിൻ്റനൻസും വരുന്നില്ല. നമ്മളിപ്പം ഫ്ലോർ ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് സ്ലാറ്റർ ഷീറ്റാണ്. ഫ്ലോർ തടിയായിരുന്നെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യുന്ന വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് നമുക്ക് ആടുകളെ പുറത്തിറക്കി നിർത്താൻ പറ്റത്തില്ല. ആടുകൾ കണ്ടിന്യൂസ് ടൈമിലും കൂടിനകത്ത് തന്നെ ആയിരിക്കും. കാഷ്ടവും മൂത്രവും ഒന്നും അബ്സോർബ് ചെയ്ത് പോകത്തില്ല. അത് ആടുകളുടെ മേത്ത് പറ്റി ഒരുപാട് രോഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ആട്ടുംകൂടിൻ്റെ അടിയിലായിട്ടാണ് കോഴിക്കൂട് അതുപോലെ തന്നെ താറാവിനെ ഇടാനുള്ള ഷെഡ്. എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്ക് 2.25 രൂപ വന്നത്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് കോസ്റ്റ്ലി ആണ്. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് 10-15 വർഷത്തേക്കിന് യാതൊരു മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ല. ആണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നീറ്റായിരിക്കും കൂട്.
തുഷാര, ഇപ്പം നമ്മുടെ ഫാമിലെ ആട്ടിൻ കുഞ്ഞുങ്ങളുടെ പരിചരണത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരോ? ആട്ടിൻ കുഞ്ഞുങ്ങൾ നമ്മൾ 3 മാസം വരെ തള്ളയുടെ പാല് തന്നെയായിരിക്കും കുടിപ്പിക്കുന്നത്. നമ്മൾ തള്ളയിൽ നിന്ന് കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്യാറില്ല. 3 മാസം കഴിയുമ്പോൾ തൊട്ട് അവർ സ്വയം ആഹാരം കഴിച്ചു തുടങ്ങും. 2.5 മാസം മുതലേ അവർ കഴിച്ചു തുടങ്ങും. എന്നാലും കംപ്ലീറ്റ് നമ്മളൊരു 3 മാസം വരെ തള്ളയുടെ പാല് കുടിപ്പിക്കാറുണ്ട്. പിന്നെ ജനിച്ച് 2.25 മാസം എത്തുമ്പോഴാണ് അവർക്ക് നമ്മൾ വിരമരുന്ന് കൊടുക്കാറുള്ളത്. പിന്നെ അതെങ്ങനെയാണ് അതിൻ്റെ തൂക്കം അനുസരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മൾ ഡോക്ടറിനെ കാണിക്കും, പുള്ളിക്കാരൻ ഇവിടെ വന്ന് നോക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണെങ്കിൽ നമ്മൾ 2.5 മാസം തൊട്ട് കൊടുക്കും. അല്ല അതിൻ്റെ ആരോഗ്യം മോശമാണെങ്കിൽ പുള്ളിക്കാരന് മരുന്ന് തരും, നമ്മളത് കൊടുക്കും. പിന്നെ 4-4.5 മാസം കഴിഞ്ഞ് തൊട്ടാണ് നമ്മൾ ആട്ടിൻകുട്ടികളെ സെയിലാക്കാൻ നോക്കുന്നത് ഇവിടെ. തുഷാര, നമ്മുടെ ഫാമിൽ ഈ ചനയുള്ള ആടിൻ്റെ പരിചരണത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരോ? ഒരു പെണ്ണാടിനെ സംബന്ധിച്ച് അത് 8 മാസം 9 മാസം കഴിയുമ്പോൾ ആദ്യത്തെ മതലക്ഷണം കാണിക്കും. പക്ഷെ നമ്മൾ ആദ്യ മതലക്ഷണം കാണിക്കുമ്പോൾ നമ്മൾ അതിനെ ക്രോസിങ് ചെയ്യിപ്പിക്കാറില്ല. രണ്ടാമത് അത് കാണിക്കും. അപ്പോൾ അത് ആരോഗ്യവതിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ക്രോസിങ് ചെയ്യും. അല്ല എങ്കിൽ 3ാമത്തെ മതലക്ഷണത്തിലാണ് നമ്മൾ അതിനെ ക്രോസ് ചെയ്യിക്കുന്നത്. ഏകദേശം 11-12 മാസം ആകുമ്പോഴായിരിക്കും ആടുകളെ ക്രോസ് ചെയ്യിക്കുന്നത് നല്ലത്. കാരണം അവരപ്പോഴായിരിക്കും പൂർണ്ണ ആരോഗ്യവതികളായിരിക്കുന്നത്. പിന്നെ ഇപ്പം ഒരു പെണ്ണാടിനെ ക്രോസ് ചെയ്യിച്ച് കഴിയുമ്പം അടുത്ത 21 ദിവസം കഴിഞ്ഞ് അവർ മതലക്ഷണം കാണിച്ചില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിന് ചനയുണ്ടെന്ന് ഉറപ്പുള്ള ആടുകളെ നമ്മൾ മുട്ടനാടുകളുടെ അടുത്തോട്ട് വിടാറില്ല. ഇങ്ങനെ മാറ്റിയായിരിക്കും ഇടാറുള്ളത്. കാരണം മറ്റാടുകൾ കുത്തുണ്ടാക്കി അത് അബോർഷനായി പോകാനുള്ള ചാൻസ് വരുത്തരുതല്ലോ. പിന്നെ അതിനെ ഓടുകയും ചാടുകയും ചെയ്യാൻ നമ്മൾ അനുവദിക്കത്തില്ല. പിന്നെ അതിൻ്റെ കുഞ്ഞ് ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ തള്ളയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ചന നിറഞ്ഞിരിക്കുന്ന ആടുകൾക്ക് 3-ാം മാസവും 4-ാം മാസമാണ് തീറ്റി എടുക്കുന്നത്. 3-ാം മാസം 4-ാം മാസം തീറ്റി എടുക്കുന്നുണ്ട്. തള്ളയ്ക്ക് മാത്രമല്ല അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത്, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കും കിട്ടാറുണ്ട്. തുഷാര, ഇപ്പം നമ്മുടെ ഫാമിലോട്ട് ഈ ഒരു ആടിനെ എല്ലാം വാങ്ങിയപ്പോൾ എന്തെല്ലാം കാര്യമാണ് ശ്രദ്ധിച്ചത്? നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് അത് ആരോഗ്യവതിയാണോ നോക്കണം. അത് ആരോഗ്യമാണോ നോക്കാൻ നമ്മളെപ്പോഴും ഒരു ഫാമിൽ ചെന്നാൽ എപ്പോഴും കിടക്കുക, ക്ഷീണം കാണിക്കുക, അങ്ങനെയുള്ള ആടുകളെ നമ്മൾ മാക്സിമം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇടനീട്ടമുള്ള ആടുകളെ നോക്കി തന്നെ എടുക്കണം. നല്ല ഫാമിൽ നിന്ന് സെലക്ട് ചെയ്യാൻ നോക്കണം. ഒരിക്കലും ഇൻബ്രീഡിങ് സംഭവിക്കാതെ നമുക്ക് വിശ്വാസം അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിൽ നിന്ന് വേണം എടുക്കാൻ. ഇൻബ്രീഡിങ് ആയിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനിൽ ഒരുപാട് പോരായ്മകൾ വരും. കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം കാണത്തില്ല, ചിലപ്പോൾ എന്തെങ്കിലും കാൽസ്യക്കുറവ്, പിന്നെ എന്തെങ്കിലുമൊക്കെ സംബന്ധമായ കാര്യങ്ങളാണ്. ഇൻബ്രീഡിങ് സംഭവിക്കാത്ത നല്ലൊരു ഫാമിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള ആടുകളെ എടുക്കാൻ എപ്പോഴും ശ്രമിക്കണം. തുഷാര, ഇപ്പം പുതിയതായിട്ടൊരു കർഷകൻ ഈ ഒരു ആട് ഫാമിലോട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയകരമായിട്ട് ഈ ഒരു ആട് ഫാം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇപ്പോൾ തുടക്കക്കാരാണ്, ഇപ്പം നമുക്ക് ആടുകളെ പറ്റി പഠിക്കണം എന്നൊരു ധാരണയിൽ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ മലബാറി ആടുകളിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഹൈബ്രിഡ് ആടുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിന് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. തുടക്കക്കാരാണെങ്കിൽ നമ്മൾ 2 മലബാറി ആടുകൾ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മലബാറി ആടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലബാറി ആടിനെ ബീറ്റലിനെ വെച്ച് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 കുഞ്ഞുങ്ങൾ വരെ കിട്ടിയിട്ടുണ്ട്. 3-ൽ കൂടുതൽ കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലായാലും പാലിലായാലും മലബാറി ആട് എപ്പോഴും മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. തുടക്കക്കാർ ഹൈബ്രിഡ് ആടുകളിലേക്ക് ഒരുപാട് നമുക്ക് അറിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഹൈബ്രിഡ് ആടുകളിലേക്ക് പോവാം. അല്ല എങ്കിൽ മലബാറി ആടുകളിൽ തുടങ്ങാം. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇതൊരു സ്റ്റെപ്പായിട്ട് ഉണ്ടാകും. പിന്നെ നമ്മൾ ക്രോസ് ബ്രീഡുകളിൽ കയറാം. അതിലും നിന്നും പരിജ്ഞാനം എടുത്തിട്ട് നമ്മൾ ഹൈബ്രിഡ് ആടുകളിലേക്ക് കയറുന്നതായിരിക്കും എപ്പോഴും നല്ലത്.